നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് അനൗൺസ്മെൻ്റ് ആണ്. വേറൊന്നുമല്ല, നമ്മൾ കഴിഞ്ഞ മാസം നവമിയും ദീപാവലിയൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഗ്രൂപ്പ് ഹീലിംഗ് അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ എൻ്റെ അടുത്ത് ഗ്രൂപ്പ് ഹീലിംഗ് എടുക്കുന്ന കുറച്ച് പേരുണ്ട്. അവർ എന്താണ് ഈ മാസം ഗ്രൂപ്പ് ഹീലിംഗ് വെക്കാത്തതെന്ന് ചോദിച്ചിട്ട് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. തിരക്ക് കൊണ്ടാണ്, മനഃപൂർവ്വം ഒഴിവാക്കിയതല്ല. എനിക്കറിയാം ഈ ഗ്രൂപ്പ് ഹീലിംഗ് വെക്കുന്നത് ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് അത് ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഞാൻ അതിൻ്റെ പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാണ് കഴിഞ്ഞ മാസം വെക്കാതിരുന്നത്. സോ നിങ്ങളുടെ എല്ലാവരുടെയും പരാതികളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഈ മാസം ഗ്രൂപ്പ് ഹീലിംഗ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓരോ മാസവും വ്യത്യസ്തമായ രീതിയിൽ നിങ്ങളിലേക്ക് വ്യത്യസ്തമായ രീതിയിലുള്ള ഹീലിംഗ് എത്തിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഒരുപാട് പേര് സാമ്പത്തിക പ്രശ്നമായിട്ടാണ് മുന്നോട്ട് വരുന്നത്. കമ്പാരിറ്റീവ്ലി ഒരു 3-4 മാസത്തിന് വെച്ച് നോക്കുന്ന സമയത്ത് ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഒരുപാട് പേരാണ് മണിരേഖി പഠിക്കാനും മണിരേഖിയുടെ തന്നെ ഹീലിങ്ങിനുമായിട്ടും വരുന്നത്. അതായത് അത്രമാത്രം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്. അപ്പം നല്ല ഫൈനാൻഷ്യൽ ബ്ലോക്കുള്ള ആളുകൾക്ക് നമ്മൾ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഹീലിംഗ് കൊടുക്കുമ്പോഴാണ് അവരുടെ ലൈഫിൽ നല്ല മാറ്റം ഉണ്ടാവുക. അപ്പം ഞാൻ മണിരേഖിയുടെ ഹീലിംഗ് കൊടുക്കുന്നത് 7 ദിവസമാണ്. നമ്മൾ മാക്സിമം 21 ഡേയ്സ് വരെയാണ് ഹീലിംഗ് ആയിട്ട് കൊടുക്കുക. അതിൽ കൂടുതലും വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. പക്ഷേ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഫീ പേ ചെയ്തിട്ട് ഹീലിംഗ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളുകളാണ്. അപ്പം അത്രയും ഒരു പൈസ നിങ്ങൾക്ക് പേ ചെയ്യാനുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകളടുത്ത് ഞാൻ മണിരേഖി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വയം ഹീൽ ചെയ്യാനും മറ്റുള്ളവരെ ഹീൽ ചെയ്ത് കൊടുക്കാനും പറ്റും. ഈവൻ ഫസ്റ്റ് ലെവൽ എടുത്താൽ പോലും. പക്ഷേ എന്നാൽ അതിന് പോലും പൈസ ഇല്ലാത്ത ആളുകളാണ് പലപ്പോഴും കോണ്ടാക്റ്റ് ചെയ്യുന്നത്, അത്രമാത്രം ഫൈനാൻഷ്യൽ ബ്ലോക്കുള്ള ആളുകൾ. സോ എല്ലാവരെയും കണക്കിലെടുത്തുകൊണ്ട് 21 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സ്പെഷ്യൽ മണിരേഖി ഹീലിംഗ് സെഷനാണ് അറേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ മാസം 23-ാം തീയതി ശനിയാഴ്ച രാത്രി 10 മണിക്കാണ് ഹീലിംഗ് ആരംഭിക്കുന്നത്. വളരെ കുറഞ്ഞൊരു റേറ്റിലാണ്, 21 ദിവസത്തേക്കും കൂടിയിട്ട് 500 രൂപ മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. കാരണം അത്രയും ഫൈനാൻഷ്യൽ ബ്ലോക്കുള്ള ആളുകളുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇത്രയും ദിവസത്തേക്ക് ഇത്രയും ചെറിയൊരു പേയ്മെൻറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു ഹീലിംഗ് അറേഞ്ച് ചെയ്ത് തരുന്നത്. സോ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മെയിൽ അയക്കാവുന്നതാണ്. മെയിൽ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട്. നിങ്ങൾ മെയിൽ അയക്കുന്ന സമയത്ത് ദയവ് ചേർന്ന് നിങ്ങളുടെ പേരും അതുപോലെ തന്നെ നിങ്ങളുടെ കോൺടാക്റ്റ് നമ്പറും വയ്ക്കാൻ മറക്കരുത്. എനിക്ക് ഓൾറെഡി ഒരുപാട് കോൾസ് വരുന്നുണ്ട്. എൻ്റെ നമ്പർ കയ്യിലുള്ള ആൾക്കാർ അവരുടെ റിലേറ്റീവ്സിനും അവരുടെ ഫ്രണ്ട്സിനും അവരുടെ കൂടെ ബന്ധമുള്ള ആർക്കൊക്കെ ആവശ്യമുണ്ടോ അവർക്കൊക്കെ നമ്പർ കൊടുത്തിട്ട്, അതല്ലാണ്ട് ഇപ്പം ചാനൽ വഴി അല്ലാണ്ട് തന്നെ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. സോ അതിൻ്റെ കൂടെ എനിക്ക് മെയിൽ അയച്ച് കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും മെയിൽ അയച്ച് നിങ്ങളുടെ നമ്പർ തരുമെന്നൊക്കെ ചോദിച്ച് വിളിക്കാനുള്ള സമയത്തിൻ്റെ കുറവ് കൊണ്ടാണ് ഞാൻ ഇത് എടുത്ത് പറയുന്നത്. പലരും നമ്പർ വെക്കാതെ പേര് മാത്രം വെച്ചിട്ട് അയക്കുമ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചയക്കേണ്ടി വരും. അപ്പോൾ അതിനുള്ളൊരു സമയം ഇല്ല, സത്യം പറഞ്ഞാൽ സമയമില്ലാത്ത അവസ്ഥയാണ്. അപ്പം അതും കൂടെ ഒന്ന് കണക്കിലെടുത്തിട്ട് നിങ്ങൾ ദയവായിരുന്നു നിങ്ങളുടെ പേരും നമ്പറും വെക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വിളിച്ചു കഴിഞ്ഞാൽ ചില ആളുകളുണ്ട്, ഇവർക്കറിയാം ഇങ്ങനൊരു മെയിൽ അയച്ചത് എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. വിളിച്ചു കഴിഞ്ഞാൽ കോൾ അറ്റൻഡ് ചെയ്യില്ല, എന്നിട്ട് ഞാൻ വീണ്ടും തിരിച്ച് മെയിൽ അയക്കേണ്ടി വരും. ഞാനാണ് വിളിച്ചത് എന്നും പറഞ്ഞിട്ട് മെയിൽ അയച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് അവർ തിരിച്ച് വിളിക്കും. എന്നിട്ട് പറയും അറിയാത്ത നമ്പർ ആയതുകൊണ്ടാണ് എടുക്കാത്തത്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ മെയിൽ അയച്ചതാണെന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. കാരണം ഇല്ലാത്ത സമയം ഉണ്ടാക്കിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കോൾ ചെയ്യുന്നതും. ഈവൻ ഒരാളെ വിളിച്ചാൽ ചുരുങ്ങിയതൊരു 10 മിനിറ്റെങ്കിലും നമ്മൾ സംസാരിക്കേണ്ടി വരും. കാരണം അവരുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് എല്ലാവരുടെ പ്രശ്നങ്ങളും കേട്ട് അതനുസരിച്ചിട്ടുള്ളൊരു ഹീലിംഗ് സെഷനാണ് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ഹീലിംഗ് സെഷൻ അറ്റൻഡ് ചെയ്യുന്നതിന് നിങ്ങൾ പ്രത്യേകിച്ചൊന്നും പ്രിപ്പയർ ആവേണ്ടതില്ല. അതുപോലെ പീരിയഡ്സ് ടൈമിന് അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു ഹീലിംഗ് സെഷൻ കേൾക്കാവുന്നതാണ്. കിടന്നുകൊണ്ടോ ഇരുന്നു കൊണ്ടോ നിങ്ങൾക്ക് ഈ ഹീലിംഗ് സെഷൻ അറ്റൻഡ് ചെയ്യാം. അതിന് മുൻകരുതലുകൾ, അതായത് എന്തൊക്കെയാണ് ആ ഒരു ഹീലിംഗ് സെക്ഷനിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളും പറ്റിയിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിൽ അയച്ചു തരും.
രാത്രി 10 മണിയുടെ സമയത്ത് ദയവ് ചേർന്ന് മെയിൽ അയക്കാൻ നിൽക്കരുത്. അതും കൂടെ ഞാൻ എടുത്ത് പറയുകയാണ്. ഒരുപാട് പേരുണ്ട്. നമ്മൾ ലാസ്റ്റ് ഒരു ടൈം കൊടുക്കും. ഇപ്പോൾ ശനിയാഴ്ച രാത്രി 8 മണി വരെ ഞാൻ ഫീസ് സ്വീകരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ 7:59 പൈസ അയക്കുന്ന ആൾക്കാരാണ് ഒട്ടുമിക്ക ആൾക്കാരും. അതുവരെ മറന്നു പോയിട്ടുണ്ടാവും. സോ ആ രീതിയിലേക്ക് ആക്കരുത്. കാരണം ഇത് മാത്രമല്ല, ഒരുപാട് അറ്റോൺമെൻറ്റ്സ് ഉണ്ട്, ഒരുപാട് ഹീലിങ്സ് ഉണ്ട്, ക്ലാസ് കൊടുക്കുന്നുണ്ട്. സോ ഇതിൻ്റെ എല്ലാം ഇടയിൽ എൻ്റെ വീട്ടിലെ കാര്യങ്ങളും നോക്കണം. 2 ചെറിയ കുട്ടികളാണ്, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം. അതിൻ്റെ ഇടയിലാണ് ഈ ചാനലും കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമാവുന്ന രീതിയിലാണ് ഇത്രയും ചെറിയ റേറ്റിൽ 21 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു സ്പെഷ്യൽ മണി റേക്കി സെക്ഷൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. താങ്ക് യു.